മച്ചു, അവനങ്ങനെ ഇനി വെറുതെ ഇരിക്കത്തില്ല കേട്ടോ. ഈ ഏരിയയിലൊക്കെ അവന് നല്ല സ്വാധീനോ. എന്ത് സ്വാധീനം ഉണ്ടെന്ന് നമ്മളെന്തിനാ പേടിക്കുന്നത്? അവനും കൂടി വരട്ടെ. ഏയ് എടാ മച്ചു, അടിച്ചവന്റെ പല്ല് കളഞ്ഞല്ലേ. ശരിക്കും ദേഷ്യം വന്നു മച്ചു. ആ ദേഷ്യത്തിലെ മോന്തക്കെട്ടൊന്ന് കൊടുത്തേ. പാവം പെണ്ണടാ അവള്. അവൾക്ക് എത്ര ഫീലായി നിങ്ങൾക്കറിയോ? ഏതാ റൂട്ട് മാറുന്നല്ലോ. എനിക്കറിയാവുന്ന പെണ്ണടാ. അറിയാവുന്ന പെണ്ണോ? അറിയാവുന്ന പെണ്ണ് തന്നെ. മച്ചു ഒരു നിമിഷം മച്ചു. ഒരാള് ഒരു പെണ്ണിന്റെ പുറകെ 1 വർഷം ചുറ്റി മച്ചു. അവളോട് പ്രേമിക്കുന്നെന്ന് പറയാൻ ചെന്നപ്പോഴുണ്ടല്ലോ അവള് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചു. ആ രഘു ആളെയും കൂട്ടി വരുന്നുണ്ട്. ഓടിക്കോ. അവനെന്ന് ശരിയാക്കണം. ഓടാ. ഗ്രൗണ്ടിലേക്ക് കൊല്ലോടെന്ന് എന്നെ അടിച്ചിട്ട് നീ ഓടുവല്ലേ? കൊല്ലടാനാ നിന്നോടൊക്കെ പറഞ്ഞു ഇവിടെ വിടാൻ. മാറോ വിടാൻ. വിടറോ. മനസ്സിലായില്ലടാ. നിന്നോടൊക്കെ പറഞ്ഞു വിടാൻ. വിടറോ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. വാടാ. ബോധമില്ലേ നിങ്ങക്ക്? പഠിക്കുന്ന പിള്ളേരോടാണോ ഇങ്ങനെയൊക്കെ? ചേട്ടാ അത് സോറി മോനെ. ഇങ്ങ് വാ. സ്വസ്ഥമായി സന്തോഷമായി സൗമ്യനായിട്ടിരിക്കണം കേട്ടാ. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. പോങ്ങനെ പോലെ വന്ന് നലറിയവൻ. ഇല്ല ഏട്ടാ, അവൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ കൈ പിടിച്ച് തിരിച്ചു. അവൾ ഒരുപാട് കരഞ്ഞു. എന്തോന്നാ പെണ്ണ് കേസാ? അതൊന്നും ഇവൻ പറഞ്ഞതല്ലോ. അല്ല ഏട്ടാ, പെണ്ണ് കേസൊന്നുമല്ല. മോനെ, നീ ഇനി വല്ല പെണ്ണ് കേസും ഉണ്ടാക്കിക്കൊണ്ട് വന്നാണല്ലോ കൊന്നുകളയുന്നതിനെ ഞാൻ. കൈ കൊടുക്കാവന്. കൈ കൊടുക്കടാ. രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ചോണ്ട് വഴക്കുണ്ടാക്കുന്നോ? കൈ കൊടുക്കടാ. അവനെ നോക്കി ചിരിക്കടാ. അവനാണ് എന്നെ നോക്കുന്നു. അവനെ നോക്കി ചിരിടാ. ചിരി. ഇത്രേ ഉള്ളൂ. നീ പോ. നീ പോടാ. ഞാൻ മില്ലിലുണ്ടാവും കേട്ടോ. ശരി പൊയ്ക്കോ. കേറാ. ദൈവമേ, തുടങ്ങിയില്ല. ആരാണ് എന്റെ കൊച്ചിനെ തൊട്ട്? ആരാണെങ്കി എന്റെ മുന്നിൽ വന്ന് നിക്കടാ. മറക്കൂടാ നിന്റെ കഴുത്ത്. എന്റെ മോനാണ് അവൻ. അവൻ വെറും പൂച്ചയാണെന്ന് വിചാരിച്ചോടാ. വലിയ വലിയ റൗഡികളൊക്കെ എനിക്കറിയാവൂടാ. അവരോടൊന്ന് പറഞ്ഞു വെച്ചോ, അതോടെ കഴിഞ്ഞു നിന്റെ കഥ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോടാ. എന്നെ കണ്ട ഈ നാടേ വിറയ്ക്കും. എന്റെ പേര് പറഞ്ഞ അടുപ്പത്തിരിക്കുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായി തിളയ്ക്കൂടാ. തിളയ്ക്കും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കൂവുന്നേ? അവൻ ഏതോ നാട്ടിലിരിക്കുന്നു. നിങ്ങൾ ഈ കിടന്ന് അലർന്ന് അവൻ കേൾക്കും. അതിലും വലിയ റൗഡിയാടി. വീടാണോ ഇത്? നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി നടന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? വേലയും കൂലിയില്ലാത്ത കുറെ പയ്യന്മാരുടെ കൂടെ ഇവനും കൂട്ടിയാർന്നിട്ടില്ല ഇങ്ങനെയൊക്കെ. എന്താ വേണ്ട? പിന്നാണ് സംഭവിക്കില്ല. മിണ്ടാതിരിക്കൂ. എന്താടാ പോയി കിടക്കാൻ നോക്ക്. നിന്നെയൊക്കെ വെട്ടാതെ വിടത്തില്ലടാ ഞാൻ. അടിഞ്ഞ് തള്ളൂടാ ഞാൻ. ജയിക്കാനായി ജനിച്ചവരാണ് ഞങ്ങളോടാണോ കളി? തീർത്തുകളെ ഞാൻ. എവിടെയാണോ വഴിവാള്? ഒന്ന് വെച്ചെന്നാലുണ്ടല്ലോ. ഇപ്പോഴാണ് ദേഷ്യം വന്നേ. കുടിച്ചാലെല്ലാം വരൂ. അല്ലെങ്കിലോ ആരെന്ത് പറഞ്ഞാലും വെറുതെ ഊമയെപ്പോലെ കുത്തി. അപ്പൂപ്പ മിണ്ടായിരി അപ്പൂപ്പ. ഇല്ല ഞാൻ അടിക്കും. അടിക്കണം. ശരിക്കടിക്ക്. അയ്യോ നോന്നടാ മോനെ, അടിക്കല്ലേ. മതി, അപ്പൂപ്പന് വേദനിക്കുന്നു. എന്റെ വയറെരിയുന്നടാ.
എന്റെ മോനെ ആരും അടിച്ചു. ഛീ, ആളാണോടാ നീ? വല്ലോന്റെ അടി വാങ്ങിട്ട് വന്നേക്കുന്നു, വെട്ടിട്ട് വരാതെ. ബ്ലഡി നോൺസെൻസ്. നിർത്ത്. അപ്പൂപ്പ മിണ്ടായിരി. എടുക്കണ കത്തി. ഒന്നെങ്കിൽ ഞാൻ ജീവിക്കണം, അല്ലെങ്കിൽ അവൻ ജീവിക്കണം. ശ്ശോ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കൊച്ചു പേടിച്ചത് കണ്ടില്ലേ? വെറുതെ ഇരിക്ക്. കരയില്ലേ മോനെ? ല്ലേ? വീട്ടിലില്ലടാ നിന്നെ ഞാൻ. എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ചു വന്നു കേട്ടൂടാ. കെട്ടിട്ട് അറക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഡാ, എന്നെ വരട്ടുന്നോടാ. പോടാ തല്ലുള്ളി. എന്നെയല്ലേ അടിച്ചേ? ആ നിങ്ങക്കെന്താ? ചുമ്മാ കിടന്നങ്ങ് പറയാ. ഏ ലക്ഷ്മി, എന്താ ഇപ്പൊ ലക്ഷ്മിക്ക്? ഇഞ്ഞ് വാടി. എന്റെ മോനെ നീ കണ്ടോ? എന്ത് സൂപ്പർ ആയിട്ടാ മീശ വളർന്നിരിക്കുന്നത് നോക്കിക്കേ. പിള്ളേരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? പെട്ടെന്ന് ഇവന്റെ കല്യാണം നടത്തണോടി. പിന്നെ ഇവരിപ്പോ ആരും പെണ്ണ് കൊടുക്കുന്നേ? എന്റെ പെങ്ങളുടെ മോളുണ്ട്, എന്റെ അളിയന്റെ മോളുണ്ട്, എന്റെ കൂട്ടുകാരന്റെ മോളുണ്ട്, അയലത്തെ പെണ്ണുണ്ട്. അവനാണോടി പെണ്ണിന് പഞ്ഞം. ക്യൂ നിക്കോടി. ഓണം കഴിഞ്ഞ് തിരുവാതിരയും കഴിഞ്ഞു. സീതക്കുട്ടി, വേഗം ഒരുങ്ങി വാ. പയ്യൻ വെയിറ്റ് ചെയ്യുന്നു. പതിവാ. നീ കൊറേ നാൾ കൂടി വരുന്നല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. ഞാൻ നോക്കടാ, അതുപോലും അറിയില്ലേ? എന്താ പറഞ്ഞേ? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ സൂപ്പർ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഒരു മിനിറ്റ്. ഏയ് മിണ്ടാതിരിക്കടാ. ചോക്ലേറ്റ്. ചോക്ലേറ്റ് ആടാ. അവന് മാത്രം കൊടുക്കുള്ളോ? I take ഞങ്ങൾക്ക് കൊടുത്താ. താങ്ക് യു. ഞങ്ങൾക്കില്ലേ? ആ എടുത്തോളൂ. ഏയ് ബഹളം വെക്കാതെ. ദിനം കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഇല്ലെങ്കി ബിരിയാണി വാങ്ങി തരാന്ന് വിചാരിച്ചു. അത് ആക്ച്വലി രാവിലെ കഴിച്ചേ. ഇപ്പൊ നമുക്ക് കഴിച്ചാലോ? പിന്നെന്താ, പോവാം. സോറി ദിന. എന്തിനാ സോറി? ഞാൻ കാരണല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ? ഏയ് ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നല്ലേ പൂർണ്ണി. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയോ നിനക്ക്? ആ പയ്യൻ കുറെ ആളുകളെയും കൂട്ടി വന്നു നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലേക്ക്. വലിയ പ്രശ്നമായി. അവര് 10 പേര്, ഞാൻ ഒറ്റയ്ക്ക്. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചിട്ട് അവന്മാരാകെ വരണ്ടു പോയി. സോറി ഞങ്ങൾ ആളറിയാതെ അടിച്ചാന്നൊക്കെ. എനിക്കാകെ വിഷമായി പോയി. ഇനി നീ പേടിക്കൊന്നും വേണ്ട. ആ പയ്യൻ ആ ഏരിയ പോലും വരില്ല. അത്ര പവറാ പൂർണ്ണി എനിക്ക്. എനിക്ക് നല്ല ഗട്ട്സാ. പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഏയ് എന്തിനാ ചിരിക്കുന്നത്? ഗ്രൗണ്ടിലല്ലേ? അതെ, ഞാൻ കണ്ടു നിങ്ങളുടെ ഗഡ്സ്. കണ്ടല്ലേ? ഇവളെന്തായി ചെയ്യുന്നേ? ഇത് ഓർമ്മയുണ്ടോ? എന്താ ഇത്? ഇത് ആര് തന്നാന്ന് പറ. ഇത് ഞാനെടുത്തു തന്നല്ലേ? അതെ. നീ എന്തിനാ സൂക്ഷിക്കുന്നേ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരുടെ ഓർമ്മയ്ക്കായി ഞാൻ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കും. ഇഷ്ടമുള്ളവരോ? അപ്പൊ എന്നെ നിനക്ക് ഇഷ്ടാണോ? ഇഷ്ടാണല്ലോ. ഇതിനേക്കാളും ആ പോക്കിരി ദിനേശിനെ എനിക്കിഷ്ടം. ഫുട്ബോളിൽ അങ്ങനെ തൂങ്ങിക്കിടന്ന് എന്നെ കാണാൻ ട്രൈ ചെയ്തിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നു. നിങ്ങളോട് സംസാരിക്കണം മടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പേടിയായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയായിരുന്നില്ലേ? കൊള്ളാം, കണ്ടപ്പോഴേ ലവ് ലെറ്റർ എഴുതിക്കൊണ്ട് വന്നില്ലേ?
അപ്പൊ ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചേനെ അല്ലേ? അപ്പോഴത്തെ നിങ്ങളുടെ ആക്ഷനും ഡ്രസ്സിംഗ് എല്ലാം സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെ പോക്കിരിയെ പോലെ? നല്ലതേ അല്ല. അപ്പൊ എത്ര നല്ല പയ്യനായിരുന്നു. ഇപ്പോഴത്തെ രൂപം എനിക്ക് ഇഷ്ടേ അല്ല.